നമസ്കാരം. ബോളിവുഡ് സിനിമാ മേഖല എന്ന് പറയുന്നത് എപ്പോഴും വിവാദങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. ബോളിവുഡുമായിട്ട് കേന്ദ്രീകരിച്ച് നിരവധി വിവാദകരമായിട്ടുള്ള പ്രണയങ്ങളും അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളുടെയൊക്കെ വാർത്ത അനുദിനം നമ്മൾ കേട്ടതുമായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു കാലത്ത് ബോളിവുഡിനെ ഇളക്കി മറിച്ചിട്ടുള്ള ഒരു സിനിമാ താരമായിരുന്നു വിവേക് ഒബ്രോയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എന്താ പറയാ പ്രസൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ഒരു കാലത്ത് സിനിമാ പ്രേമികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റാർ ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു പ്രണയ രാജകുമാരൻ എന്നുള്ള ഒരു ഇമേജ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സിനിമയിലൊക്കെ ഒട്ടനവധി നല്ല വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പെട്ടെന്ന് ഒരു നിമിഷം അദ്ദേഹം ബോളിവുഡ് സിനിമയിൽ നിന്നും അപ്രത്യക്ഷനായി മാറുന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് വലിയ കഥകൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യ റായിയെ പോലെ ഉണ്ട് എന്നുള്ള ഒരു കമന്റാണ് നമ്മളെല്ലാവരും ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഐശ്വര്യ റായി ആയിരുന്നു ഒരു കാലത്ത് സിനിമാ മേഖലയിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ നല്ല സുന്ദരികളായ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നീ ഐശ്വര്യ റായിയെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു പ്രതീതി കണ്ടുവരുന്നുണ്ട്. അതായത് അതൊരു പഴഞ്ചൊല്ലായിട്ട് മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഹോളിവുഡ് സിനിമാ മേഖലയെ എന്താ ഹിറ്റുകൾ കൊണ്ട് മൂടിയിരുന്ന അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ബോളിവുഡ് സിനിമയെ കൊണ്ടുപോയിരുന്ന വിവേക് ഒബ്രോയ് പെട്ടെന്നൊരു നിമിഷം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോവുകയായിരുന്നു. അദ്ദേഹം സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്നെങ്കിലും ഇതിന്റെ പിന്നിൽ വിവേക് ഒബ്രോയുടെ സിനിമകൾ ഇറങ്ങാതിരിക്കാനും വിവേക് ഒബ്രോയുടെ സിനിമകൾ തകർക്കാനും വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹിന്ദിയിലെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാർഡമുള്ള ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സൽമാൻ ഖാൻ ആയിരുന്നു വിവേക് ഒബ്രോയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചുമ്മാ തട്ടിവിടുന്ന ഒരു കഥയൊന്നല്ല. ഇതിനെക്കുറിച്ച് വിവേക് ഒബ്രോയ് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമാ ജീവിതം അവസാനിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ ഇതേക്കുറിച്ച് വിവേക് ഒബ്രോയ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സൽമാൻ ഖാൻ തന്നെ വേട്ടയാടുന്നു, തന്റെ സിനിമകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനമൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹിന്ദിയിലെയും അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു യുവതി എന്ന് നമ്മളെല്ലാവരും അഹങ്കാരത്തോടുകൂടെയും അസൂയയോടുകൂടിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഐശ്വര്യ റായിയുമായിട്ട് വിവേക് ഒബ്രോയ് പ്രണയത്തിലായിരുന്നു എന്നുള്ള ഒരു കാരണമായിരുന്നു. വിവേക് ഒബ്രോയും ഐശ്വര്യ റായും തമ്മിലുള്ള പ്രണയത്തെ ഇഷ്ടപ്പെടാതിരുന്ന സൽമാൻ ഖാൻ വിവേക് ഒബ്രോയെ തകർക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ഒന്ന് പരിശോധിച്ച സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതായത് ഒരു കാലത്ത് സൽമാൻ ഖാനും ഐശ്വര്യ റായിയും പ്രണയത്തിലായിരുന്നു. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ വിള്ളലുകളൊക്കെ വന്നതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം വിവേക് ഒബ്രോയും ഐശ്വര്യ റായും തമ്മിൽ ഒരു പ്രണയബന്ധം ഉണ്ടാവുകയും ഇതിൽ പ്രകോപിതനായിട്ടുള്ള നമ്മുടെ സൽമാൻ ഖാൻ പലതരത്തിലും വിവേക് ഒബ്രോയിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത്.